നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല പോലെ മുഖമെല്ലാം കഴുകിയിട്ട് വന്നിരിക്കുക കേട്ടോ. നമ്മൾ ഒത്തിരി ദിവസമായില്ലേ നല്ല ഒരു എഫക്റ്റീവായി പായ്ക്കിട്ടിട്ട് എൻ്റെ മുഖമെല്ലാം എന്ന് പറഞ്ഞാൽ ആ ഓയിലിൻ്റെ തേക്കുന്ന ഒരു ഗുണത്തെ പിടിച്ച് നിൽക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ പായ്ക്കുകളായിട്ടോ ഫേഷ്യലായിട്ടോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ. ഓമന ചേച്ചി ഹോസ്പിറ്റലിൽ കിടന്ന് അതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്തതാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇന്നലത്തെ ഹെന്ന എൻ്റെ അമ്മ എത്ര പേരെന്നോട് ഓരോരോ ഹെന്നയുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി സംശയങ്ങൾ. നീലയമരി അതിൻ്റെ കൂടെ ഇടാവോ? ഞങ്ങളൊക്കെ ചിലരൊക്കെ നീലയമരി അതിന് ശേഷമാണ് ഇടുന്നത്. അപ്പോൾ നീലയമരി അതിൻ്റെ കൂടെ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ ഒത്തിരി ഡൗട്ട്സുകൾ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നുള്ള എൻ്റെ തെളിവുകളാണ് കമൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടോ മുടി ഈ പറഞ്ഞ പോലെ എനിക്ക് അത് തേച്ച ഒരു എൻ്റെ മുടി അങ്ങനെ ഒരുപാട് നരയ്ക്കാത്ത കൊണ്ടായിരിക്കാം അത് തേച്ചാൽ എനിക്ക് നിൽക്കും എന്ന് വെച്ചാൽ ഇപ്പം ഒരു മുടി നല്ല ഒരു ഒരു കട്ടി നമ്മൾ ഹെന്ന തന്നെ തേച്ചിട്ട് നീലയമരിയും കൂടെ പിറ്റേ ദിവസം അങ്ങനെ തേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ആദ്യമേ ഹെന്ന തേച്ച് ഒരു റെഡ് കളറാക്കിക്കൊണ്ട് പിന്നെ നീലയമരിയുടെ ബ്ലാക്ക് അതിലോട്ട് തേച്ച് വെച്ചിട്ട് അങ്ങനെ തേച്ചിട്ട് ഒരുമാതിരി ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ചോദിച്ചേക്കുന്നത് ഇങ്ങനെ ചെയ്താൽ മതിയൊന്ന്. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ മറ്റേത് ഹെന്ന തന്നെ നിങ്ങൾ ഇട്ടിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ മുടി ഭയങ്കര റഫായിട്ട് ഭയങ്കര ഒരു പിന്നെ അത് കുറേ ദിവസം വേണം നമ്മൾ ആ മുടിയെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി അല്ലേ. ഹെന്ന തേച്ചാൽ അങ്ങനെയല്ലേ ഒരു ഡ്രൈ ആകും പെട്ടെന്ന് മുടി. ഇതാവുമ്പം നമുക്ക് എല്ലാം ഇതിനകത്തുണ്ട്. മുട്ടയുണ്ട്, തൈരുണ്ട്, നീലയമരിയുടെ ഗുണമുണ്ട്, ഇത് നെല്ലിക്കാപ്പൊടി, നെല്ലിക്ക എന്ത് നല്ലതാണെന്നറിയാം മുടിക്ക്. അങ്ങനെ എല്ലാം കൂടെ പിന്നെ ഇരുമ്പ് ചീനിച്ചട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു അയൺ കണ്ടൻറ്റ് എല്ലാം കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ തല ഇപ്പം ഈ ഒരു എണ്ണ തേച്ചാൽ ചിലർ എൻ്റെ ദൈവമേ ഇന്നലെ തന്നെ ഇത് സാധനങ്ങളെല്ലാം വീട്ടിലുള്ളവർ ഇന്നലെ തന്നെ കലക്കി വെച്ചിട്ട് രാവിലെ തേച്ചു. പക്ഷെ ഒത്തിരി നരയുള്ളവരായിരുന്നു കേട്ടോ. ഒരുപാട് നരയുള്ളവരായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ചെറിയ നരയുള്ളവർ മാത്രമേ ഇത് ചെയ്യാവൂ. അല്ലെങ്കിൽ ഒന്നരാടൻ ചെയ്യാം. ഇപ്പം നല്ല ചൂടല്ലേ, നല്ല ചൂടായതും കൊണ്ട് നമുക്ക് ഒന്നരാടൻ ചെയ്ത് നോക്കാം. അല്ല എങ്കിൽ ഇത് ഇച്ചിരി തണുപ്പാണ്. ഇതിനകത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല തണുപ്പാണ്. അപ്പോൾ ടോൺസിലിറ്റിസ് ഉള്ളവർക്ക്, അലർജിയുടെ പ്രശ്നമുള്ളവർക്ക്, എനിക്കിതൊന്നും ഇല്ല കേട്ടോ ദൈവം സഹായിച്ച്. അപ്പോൾ എന്ത് തണുപ്പ് വേണമെങ്കിലും എൻ്റെ തലയിൽ കുരുവാരി കൊഴിക്കാം. പിന്നെ പേരയിലയുടെ ഇലയുണ്ടല്ലോ, ഈ ചൂടുകാലത്ത് പേരയിലയുടെ ഇല എടുത്തിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് നമ്മുടെ കിസ് എന്നുള്ള നമ്മുടെ സ്പ്രേ ബോട്ടിലില്ലേ അതിനകത്തോട്ട് ഒഴിച്ച് തല നിറച്ചിങ്ങനെ കുരുവാരി നല്ല തണുപ്പാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കും. പക്ഷേ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നത് ഫ്ലാക്സ് സീഡാണ്. അത് ഓർത്തോണം. ഫ്ലാക്സ് സീഡ് നല്ലതാണ് മുടി കൊഴിച്ചിലിന്. ഇത് പിന്നെ മുടി ഇങ്ങനെ കൊഴിയത്തൊന്നുമില്ല. പക്ഷെ മുടിയെ നമുക്കൊരു നമുക്ക് ഹെന്ന തേച്ച ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നരയുള്ളതൊക്കെ അങ്ങ് മറിഞ്ഞു പൊക്കോളും. പിന്നെ തലയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ. തലയ്ക്ക് നല്ല സുഖമാണ്, തലയ്ക്ക് നല്ല തണുപ്പാണ്. ഉറക്കക്കുറവുള്ളവർക്ക് നല്ലതാണ്. പിന്നെ മുമ്പ് പറഞ്ഞില്ല. എന്നിട്ട് ആ ചേച്ചി ചെയ്ത് നോക്കിയിട്ട് ബ്ലാക്ക് ആയില്ല ശുഭേ, നരയൊക്കെ അതുപോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി നര കാണുമായിരിക്കും. അതായിരിക്കും ഒരുപാട് നരയുള്ളവർക്ക് ഇപ്പം പ്രത്യേകിച്ച് ഡൈ ഒക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഡൈ പോവാൻ നര മാറാനായിട്ട് ഡൈ തേച്ചവരാണെങ്കിൽ നമ്മുടെ ഈ ഹെർബൽ ഇത് പെട്ടെന്നൊന്നും വെക്കത്തില്ല കേട്ടോ. കുറേ തവണ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം കാണാൻ പറ്റുള്ളൂ. കൂടുതൽ നരയുള്ളവർക്ക് കേട്ടോ. എന്നെപ്പോലെ കുറച്ച് നരയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ നമുക്ക് ഇത് തേച്ച് കൊണ്ട് നടക്കാം. കുറച്ച് നരയുള്ളവർക്ക് കേട്ടോ. ഡയ്യയിലോട്ട് അങ്ങനെ എളുപ്പം ആരും പോകരുത്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ്. ഡയ്യ തേച്ച് പോയാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ വലിയ പ്രയാസമാണ്. പിന്നെ നമ്മുടെ പാർലറിൽ വരുന്ന 10-26 വയസ്സുള്ള കുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് നല്ല നരയുള്ളവർക്ക് ഞാൻ എന്താ ചെയ്യുന്നറിയാവോ, ഇങ്ങനെ ഒരു 2 ഇയർ എടുത്തിട്ട് ഈ ഒരു പോർഷൻ മാത്രം ഡൈ തേച്ച് കൊടുക്കും. അതായത് കുറച്ച്
ഭാഗം ഇവിടെ ആയിരിക്കുമല്ലോ കൂടുതലും, ബാക്കിലേക്ക് അങ്ങനെ കാണത്തില്ല. അപ്പം ബാക്കിലേക്ക് നമ്മുടെ ഇപ്പം ഈ ചെയ്ത ഹെന്നായും ചെയ്യും, ഫ്രണ്ടിൽ മാത്രം ഡൈയും ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട് വശമൊക്കെ നല്ല കറുത്ത് ഉരിക്കും. അല്ലാതെ നമ്മുടെ ഇത് തേച്ച ഒരുമാതിരി ഒരു ഇങ്ങനെ ഒരു റോസ് കളർ പോലെ അങ്ങനെ വന്ന് നിൽക്കത്തേ ഉള്ളൂ. ഫുൾ ഇങ്ങനെ ബ്ലാക്ക് ആവത്തില്ല. അത് നര തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഈ ഹെന്ന തേച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതങ്ങനെ കുറേ ദിവസം തേച്ചാൽ മതി. അപ്പം ഹെന്നയുടെ ഒത്തിരി പേർക്ക് നീലയമ്മരി പിറ്റേ ദിവസമല്ലേ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യമായിരുന്നു വന്നത് കേട്ടോ. അങ്ങനെ ഒന്നുമില്ല, ഒന്നിച്ച് തേച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ അങ്ങനെ തേച്ചവർക്ക് അങ്ങനെ നര മാറി നല്ല ബ്ലാക്ക് ആകുമെങ്കിൽ അങ്ങനെ തേച്ചു. ഇതിപ്പം ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പാർലറിലേക്ക് കുഴയ്ക്കുന്നതും ഞാൻ സ്വയം ചെയ്യുന്നതും ഇങ്ങനെ തന്നെ. ഞാൻ നിങ്ങളെ കാണിച്ചില്ല രാവിലെ ഞാൻ ചെയ്യുന്നത്. അപ്പം മുടിയെല്ലാം നല്ല നമുക്ക് ചീകുമ്പോഴും നമുക്ക് കെട്ടുമ്പോഴും നമുക്കൊരു നല്ല ഒരു സോഫ്റ്റ് ആകും. നമുക്ക് ഹെന്ന ചെയ്ത ഒരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നര എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ നമുക്ക് ഹെന്ന ചെയ്യുമ്പോൾ ഒരു ഇത് കേട്ടോ. പിന്നെ മുടി കൊഴിച്ചിൽ ഇപ്പം മാറിയിരിക്കുന്ന സമയമാണ്, എനിക്ക് മുടി അങ്ങനെ കൊഴിയുന്നില്ല കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ഈ ഹെന്ന തേച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് തലമുടി വളരുമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇത് നമ്മുടെ തലവേദന എന്ന് പറഞ്ഞ സാധനം വരത്തില്ല. മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് സൂപ്പറാണ്. പിന്നെ മുടിയിലെ ചൂട്, കണ്ണിന് ചൂട്, പിന്നെ ഇങ്ങനെ ഉറക്കക്കുറവ്, അതിനൊക്കെ സൂപ്പറാണ് കേട്ടോ ഇത്. നര പിന്നെ ഞാൻ നര മാറ്റാനായിട്ട് ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് നരയുള്ളവർക്ക് എനിക്കറിയില്ല, അത് ചിലപ്പോൾ ഡൈയോ വല്ലതും തേച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് പിടിച്ചു വരാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഹെന്നയുടെ ഡൗട്ട്സൊക്കെ മാറിയെന്ന് കരുതുന്നു. പിന്നെ എന്താ പിന്നെ ചിലർ പറഞ്ഞേക്കുന്നത് ചേച്ചി പകൽ വീഡിയോ ഇട്ടാൽ മതി, ചേച്ചിയെ കാണാൻ അപ്പോഴാണ് നല്ലത്. രാത്രിയിൽ വീഡിയോ എടുക്കുമ്പം ചേച്ചി അപ്പടി തളർന്ന് എന്തോ ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ട്. അത് ക്ഷീണം വരും എന്തായാലും. നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷായി വീഡിയോയുടെ മുന്നിലിരിക്കുന്നതും ബാങ്ക് വിളിക്കുന്നത്, നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി ഇരിക്കുന്നതും പിന്നെ ഇപ്പം വൈകുന്നേരം ഇപ്പം പാർലറിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാനും മോളും കൂടെ വെളിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം സമയം 8:30 കേട്ടോ. 8:30 ആകുമ്പോഴത്തേന് മുഖത്തൊക്കെ ഒരു ക്ഷീണമൊക്കെ ഇങ്ങനെ വരും അല്ലേ. പിന്നെ 5 ഓയിൽ ഇവിടെ തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെ ഒരു ചേച്ചിക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ അതുവഴി സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി. അങ്ങനെയൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ സത്യമായിരിക്കാം ചിലപ്പോൾ അതിന് കണ്ണൊക്കെ ഇങ്ങനെ ക്ഷീണമാകും, ആകെപ്പാട് ക്ഷീണമാകും. ഞാൻ വന്നു കഴിഞ്ഞ് നല്ലതായിട്ട് മുഖം എല്ലാം കഴുകി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇട്ട് നമുക്ക് കിടക്കാതിനെ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൈരാണ്. തൈര് നമ്മുടെ ഈ തൈരിൻ്റെ ഫേഷ്യലാണ്. നമുക്ക് 5 ലക്ഷത്തിനടുത്ത് വ്യൂവേഴ്സ് കണ്ട് കമൻസ് വന്ന് എൻ്റെ അമ്മോ ആ ഒരാഴ്ച ശുഭ ചേച്ചി ഞാൻ ഇട്ട് നോക്കി, സൂപ്പറാണേ, ഇട്ട് നോക്കി എന്നും പറഞ്ഞ് എല്ലാവരുടെ മുഖം എല്ലാം എന്നെ കാണിച്ച് ഒന്നും പറയണ്ട, അന്ന് ഇളകിയ ഒരു സമയമുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി എനിക്ക് തന്നെ അറിയാം എൻ്റെ മുഖം ഒരു ശക്കല ഒരു ഇതായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ രാവിലെ ഓയിൽ ഇടുന്നുണ്ട് കേട്ടോ, അതെന്നും ഇടുന്നുണ്ട് കുളിക്കുന്നതിന് ആ സമയത്ത് രാവിലെ. വൈകുന്നേരം ഒന്നും ചിലപ്പോൾ ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഇനിയിപ്പം ഓരോ പണികളൊക്കെ സാധനമൊക്കെ എടുത്ത് വയ്ക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ഓയിലിൻ്റെ കുറച്ച് അഡ്രസ്സ് എഴുതാനുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സുജ കൊല്ലം പിന്നെ അലൂഷ്യസ്, ഇവർക്ക് 2 പേർക്കും സോറി കേട്ടോ. ഞാൻ 24-ാം തീയതി ഇട്ടതാണ് ഇവർ കേട്ടോ. 24-ാം തീയതി എന്ന് പറയുമ്പം 25-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിലാണ് ചേച്ചിയുടെ അടുത്ത്, 26-ാം തീയതി ഹോസ്പിറ്റലിലാണ്, 27-ാം തീയതിയാണ് ചേച്ചി പോയത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം നമ്മൾ 5-6 ദിവസം വീഡിയോ പോലും ഇട്ടില്ല. എനിക്ക് ഓയിലെന്നല്ല, എനിക്കും എൻ്റെ മാനസികാവസ്ഥ എൻ്റെ അങ്ങ് മാറിയിരുന്ന ഒരു ടൈമാണ് കേട്ടോ. പക്ഷേ ആർക്കെങ്കിലും ഓയിൽ കിട്ടാനുണ്ടെങ്കിൽ എന്നെ ഇന്ന് അവർ 2 പേരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും ഇട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് 24-ാം തീയതി ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 28-ന് ഇട്ടു, അങ്ങനെ പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇട്ടവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ പോലെ ഓയിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ടൊക്കെ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഈ 2 പേരുടെ ഞാൻ പുറകോട്ട് നോക്കിയപ്പോഴാണ്, ഗൂഗിൾ പേ നോക്കിയപ്പോഴാണ് കേട്ടോ ഈ 2 പേരുടെ പേര് ഞാൻ കണ്ടത്. പക്ഷേ നമ്മൾ 27 കഴിഞ്ഞുള്ള ആ ടൈം അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആ ദിവസങ്ങളിൽ ആർക്കെങ്കിലും
ഓയിൽ നേരത്തെ അതായത് കഴിഞ്ഞ മാസം ഏപ്രിൽ ആ ഒരു ടൈമിൽ ഇട്ടിട്ട് ഓയിൽ കിട്ടാതെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇട്ട് തരുന്നതായിരിക്കും. അതിന് ഒരു ഇതും വിചാരിക്കേണ്ട. കിട്ടിയില്ല എന്ന് തന്നെ പറയണം കേട്ടോ. ഓയിൽ കിട്ടിയിട്ടില്ല എന്ന് പറയണം. അപ്പോഴാണ് എനിക്ക് ഞാൻ ഇവിടെ ഡയറിയിൽ എല്ലാവരുടെയും പേര് എഴുതി വെക്കും കേട്ടോ. പേര് എഴുതി വെച്ചില്ലെങ്കിലും DTDC നമ്മൾ കൊണ്ടുപോയി ഇടുന്നതിൻ്റെ സ്ലിപ്പ് എനിക്ക് വാട്സപ്പിൽ വരും. അത് നോക്കിയാലെങ്കിലും എനിക്ക് കറക്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആർക്കൊക്കെ ഇട്ടിട്ടുണ്ട് ആർക്കൊക്കെ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. തൈര് മാത്രമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. തൈരും കൊണ്ട് ഒന്ന് ഫേഷ്യലല്ല ഒന്ന് മസാജ് ചെയ്തിട്ട് ഞാനിത് 20 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കുക. നല്ല പുളിച്ച തൈരാണ് കേട്ടോ. ഫ്രിഡ്ജിലിരുന്ന് നല്ല പുളിച്ച തൈരാണ്. അപ്പോൾ നല്ല തൈര്. അപ്പം കുറച്ച് കട്ടയായിട്ടിരിക്കണം കേട്ടോ തൈര്. നമുക്ക് ഇപ്പോൾ ഈ ചൂടുകാലത്ത് ഇങ്ങനെ അങ്ങ് കുടിക്കാൻ തോന്നും അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം ഇങ്ങനെ മോരാക്കിയില്ലേലും അങ്ങ് കുടിക്കാൻ തോന്നും അല്ലേ. പകലൊക്കെ ഭയങ്കര ചൂടല്ലേ. നമുക്കിത് ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പുരികത്തിൻ്റെ മേളിലും പുരികത്തിൻ്റെ അടിയിൽ കണ്ണിന്, അതായത് കണ്ണിൻ്റെ മേളിലൊക്കെ ആയിട്ടും ഇട്ട് കൊടുക്കാം. മൂക്കിൻ്റെ ഇവിടെ ഈ കറുപ്പുള്ളവർ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ മൂക്കിൻ്റെ 2 സൈഡിൽ പാലിനെക്കാട്ടിലും ഒരു പിടി എന്നാണ് എന്താ പറയണ്ടേ, മുകളിലാണ് തൈരിൻ്റെ ഗുണം കേട്ടോ. അപ്പം പാലിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പം തൈര് മാത്രമാണെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റേതായ മാറ്റം അറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമേ, ചൂടുകുരു പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ അലോവേര, നല്ലത് അലോവേര ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ വയറിലൊക്കെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ ചൂടുകുരു ഉള്ളവർക്കെന്ന് പറഞ്ഞില്ലേ. എന്നോട് കുറേ നമ്മുടെ ഓയിൽ കൊണ്ടുപോയ കുറേ ആൾക്കാർ പറയുന്നു നമ്മുടെ ഓയിൽ തേച്ചാൽ മതി ചൂടുകുരു എല്ലാം താന്ന് വരുന്നു എന്ന് പറയുന്നു. സന്തോഷം കേട്ടോ. എന്താണെന്നറിയുമോ, അതിനകത്ത് എല്ലാം തണുപ്പ്, കസ്തൂരി മഞ്ഞൾ, വേമ്പാട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം തണുപ്പല്ലേ. അപ്പം അതായിരിക്കും ഒരു പക്ഷേ ചൂടുകുരുവിനും നല്ലതാവുന്നത്. ഇതേ കഴുത്തേൽ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഇനി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം. 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ചെറുതായിട്ടൊന്ന് ഫേസിന് മസാജ് കൊടുക്കണം കേട്ടോ. വലിയ മസാജുകളൊന്നും വേണ്ട. നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയ മസാജ് ഇതുപോലെ ഒന്ന് 2 റൗണ്ട് മസാജ് ചെയ്യുക. എന്നിട്ട് നെറ്റിയെ വരകളും ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഫുള്ളൊന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടണം. അത്രയേ ഉള്ളൂ ഈ മസാജും കൊണ്ട് നമ്മൾ ഇതാകുന്നത്. പിന്നെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നവർക്ക് കണ്ണിങ്ങനെ നമ്മുടെ മോതിര വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ കൊണ്ട് നിർത്തണം കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വിരൽ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ഈ മസാജ് മറക്കല്ലേ കേട്ടോ. നമുക്ക് ഇരക്കത്താടി ഉണ്ടാകാതിരിക്കാനും ഇവിടെയൊക്കെ ഇങ്ങനെ സാഗിങ് ഉണ്ടാകാതിരിക്കാനും ഇവിടെയൊക്കെ ചിലരുടെ നമ്മുടെ ചെയ്തികളാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ മൊബൈൽ നോക്കിയാൽ നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്നുകൊണ്ടല്ലേ നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ദശയുണ്ടല്ലോ, ഇവിടെയുള്ള ഈ തൂങ്ങി വരുന്ന ഇതിന് ഏറ്റവും സുഖമാണ് നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോൾ. അത് തൂങ്ങി ഇങ്ങനെ വരും. അപ്പോൾ അതിനെ നമ്മൾ എന്നും ഇങ്ങനെ ആക്കി കൊടുക്കണേ. ചുമ്മാ നമ്മുടെ ഓയിൽ തേക്കുമ്പോഴാണേലും എല്ലാവരും മറക്കരുത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഓയിൽ കൊണ്ടുപോയവർ പിന്നെയും ഓർഡർ ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മുടെ ഇന്നിപ്പം ബീന ചേച്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ശുഭയുടെ ഓയിലിൻ്റെ ആ 100% ഗുണം ശുഭ എന്ത് പറഞ്ഞാലും ആ ഒരു ഇതുണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ചേച്ചി യൂട്യൂബിൻ്റെ തന്നെ താഴെ വന്നിട്ടിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചെവി പറയുന്നാലും വാട്സപ്പിലാണ് പറയാൻ വരുന്നത്. മറ്റാരും ഇത് കേൾക്കാത്ത രീതിയിൽ എല്ലാവരും കൂടെ കേൾക്കട്ടെന്നേ. അത് യൂട്യൂബിൻ്റെ അടിവാ. ഓയിൽ തേച്ചിട്ട് ശുഭയെ നല്ല മാറ്റമുണ്ട്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്താണ് മുഖത്ത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിൻ്റെ അടി വന്നെന്ന് പറ. മോഹൻലാൽ പറയുന്ന പോലെ എന്നോടൊന്ന് പറ എന്ന് പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ അടി വന്നൊന്ന് പറ. എല്ലാവരും കേൾക്കട്ടെ നമ്മുടെ ഓയിലിൻ്റെ ഗുണം. അപ്പോൾ തൈരിട്ട് ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരിക്കണം. 20 കയ്യിലുള്ളത് ഫുള്ള് ഞാൻ ഇങ്ങോട്ടങ്ങ് മുഖത്തോട്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ തൈരിന് നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കാനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതെല്ലാവരും ഓർത്തോണം. തൈര് അതുകൊണ്ടാണല്ലോ എൻ്റെ ആ വീഡിയോ ചെയ്ത് നോക്കി മറ്റേ 5 ലക്ഷത്തിനടുത്തുള്ള വീഡിയോ പുതിയ സബ്സ്ക്രൈബേഴ്സിനടുത്താണ് പറയുന്നത് കേട്ടോ. അപ്പം അത് പോയി കാണണേ നിങ്ങളെ.
ആ വീഡിയോ അതുപോലെ റീച്ച് ആയതും അതുപോലെ എല്ലാവർക്കും അനുഭവം വന്നത്. അതിനകത്തെ പ്രധാന ഘടകം തൈര് തന്നെയാണ് കേട്ടോ. അപ്പോൾ തൈരിന് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിനെ എങ്ങാക്കാനുള്ള എല്ലാ ഗുണങ്ങളും കൊണ്ട് നമ്മുടെ സ്കിന്ന് 2 ആഴ്ച കൊണ്ട് അടുപ്പിച്ച് ചെയ്യാം. അപ്പം നിങ്ങൾ ഓരോ പായ്ക്കിടുമ്പോഴും ചോദിക്കും എന്തോ ഒരു സ്ലോ ആകുന്ന പോലെ പറയുമ്പോൾ ഞാനത് ബാക്കിലേക്ക് ഇട്ടതാണ്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നല്ലേ, നോക്കട്ടെ. ഓരോ വീഡിയോ കഴിയുമ്പോഴേക്കും എല്ലാവരും ചോദിക്കണം ഇത് എത്ര ദിവസം ഇടാൻ. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഓരോ പായ്ക്കും എന്നും ചെയ്താണ് എന്നും ചെയ്യേണ്ടതാണെന്ന് പറയും. ഒന്നിരാടലാണ് അങ്ങനെ പറയും, ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് അങ്ങനെ പറയും, മാസത്തിൽ 2 പ്രാവശ്യമാണ് അങ്ങനെ പറയും കേട്ടോ. പിന്നെ ഇന്നലത്തെ ഹെന്നയുടെ കാര്യം ചോദിക്കും. ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ഇട്ടുകൊണ്ട് 1 മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. പിന്നെയും ചോദിക്കുന്നുണ്ട് എത്ര നേരമാണ് വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നന്നായിട്ട് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഈ ഒരു നമ്മളിപ്പോൾ തൈര് മാത്രം മുഖത്തിട്ട് ചെറിയൊരു മസാജും കൊടുത്ത് നമ്മൾ ഇപ്പോൾ ഇട്ട ഈ തൈരിൻ്റെ ഇത് എല്ലാ ദിവസവും 2 ആഴ്ച എല്ലാ ദിവസവും നിങ്ങളങ്ങ് ചെയ്ത് നോക്ക്. ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്ത് ഗ്ലോ വരുന്ന കാണാം. പിമ്പിൾസിൻ്റെ പാട് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം മനസ്സിലാകും. ഒരാഴ്ച കൊണ്ട് മാറ്റങ്ങൾ മുഖത്ത് ആകാൻ തുടങ്ങും. 2 ആഴ്ച കറക്റ്റ് ചെയ്തിട്ടേ നിർത്താവൂ കേട്ടോ. ഈ സമയത്ത് ചെയ്താലും മതി, രാത്രിയാകുന്ന ഈ സമയത്ത് ചെയ്താൽ മതി. രാത്രി ഇട്ടുകൊണ്ടൊന്നും കിടന്നേക്കരുത്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഒരു അരമണിക്കൂർ ഞാൻ വെച്ചുകൊണ്ടിരിക്കും. 20 മിനിറ്റ് മതി എങ്കിലും നമുക്ക് നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ട് വാഷ് ചെയ്തിട്ട് വരാം. കറക്റ്റ് അരമണിക്കൂറായി നന്നായിട്ട് ഉണങ്ങി നല്ലപോലെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴുകി കളഞ്ഞിട്ട് വരാം. കണ്ടോ, സ്കിന്നിൽ ഗ്ലോ കൂടി വരണം. നമുക്ക് ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ചിടണമെന്നാണ് എൻ്റെ മനസ്സിലെ പ്ലാന്. ഒരു രാത്രി ആകുമ്പോൾ നമ്മളങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം വരും, നമ്മുടെ സ്കിന്ന് നല്ല യങ്ങാവും. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങളെൻ്റെ ഷോർട്ടൊക്കെ കാണുന്നുണ്ടോ? ഷോർട്സൊക്കെ ഒത്തിരി പേര് ഞാൻ 2 ദിവസം ഷോർട്സ് ഇട്ടില്ലെങ്കിൽ പറയും ചേച്ചി ഷോർട്സ് ഇട് ചേച്ചി പാട്ടിൻ്റെ ഒക്കെ ഇടുന്നത് അതുപോലൊക്കെ തന്നെയാണ്, അങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട്. അതിനൊപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഇടുന്നത്. ചിലപ്പം ഇടാനായിട്ട് മറന്നു പോകും, പറ്റത്തില്ല, എങ്കിലും ആവുമ്പോഴൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം. സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.